നമസ്കാരം. സുഭാഷിതം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയങ്ങളിൽ ഇന്ത്യയുടെ ആത്മജ്ഞാനത്തിൽ, ആത്മബോധത്തിൽ വളരെ പ്രധാനമായി കിടക്കുന്നൊരു സങ്കല്പമാണ്, ഒരു കാഴ്ചപ്പാടാണ് ആത്മാവ് ഉണ്ടോ ഇല്ലയോ. മനുഷ്യൻ്റെ ശരീരം, ജീവൻ, മനസ്സ് എന്നതിനപ്പുറം ആത്മാവ് എന്നൊരു സങ്കല്പം കൂടി, ഒരു കാഴ്ചപ്പാട് കൂടി വന്നിട്ടുണ്ട്. ഇത് വന്നതിനൊരു വഴിയുണ്ട്. ഒരു ദിവസം രാവിലെ എഴുതിച്ച് ആരെങ്കിലും ഉൾവിളി ഉണ്ടാക്കി വന്നതല്ല. നമ്മുടെ മഹർഷിമാർ, ഋഷീശ്വരന്മാർ, ആചാര്യന്മാർ നിരന്തരം സംവാദത്തിൽ ഏർപ്പെടുമായിരുന്നു. അങ്ങനെ വിദ്വത്സഭകളിലിരുന്ന്, വലിയ സദസ്സുകളിൽ ഇരുന്ന് ഏർപ്പെടുന്ന സംവാദങ്ങളിലാണ് പുതിയത് മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ തന്നെ നേതി ഇതല്ല ഇനിയും മനസ്സിലാക്കാനുണ്ടെന്നുള്ള മനുഷ്യ മനസ്സിൻ്റെ, മസ്തിഷ്കത്തിൻ്റെ, തലച്ചോറിൻ്റെ വലിയ അന്വേഷണം നടക്കുന്നൊരു കാലമായിരുന്നു. അങ്ങനെ അന്വേഷണം നടക്കുന്നതിൽ യാജ്ഞവൽക്കൻ എന്ന് പറയുന്ന മുനിയും അല്ലെങ്കിൽ മഹർഷിയും വനിതയായ ഗാർഗിയും, ഞാൻ വനിതയെന്ന് പ്രത്യേകിച്ച് പറയുന്ന കാര്യം, ആ കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വനിത തന്നെ സംവാദത്തിൽ ഏർപ്പെടാനുണ്ടായിരുന്നു. അപ്പോൾ ഗാർഗിയും തമ്മിലുള്ള സംവാദത്തിൽ ഒരു ദിവസം ഗാർഗി ചോദിക്കും, നിങ്ങൾ നമ്മുടെ യാജ്ഞവൽക്കനോട് ചോദിക്കും, വിദ്വത്സഭയിൽ വെച്ചാണ്, അല്ലാതെ സ്വകാര്യ സംഭാഷണമല്ല, നിങ്ങൾ ഈ ശരീരത്തെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ടല്ലോ, ഇനി എന്താണ് കൂടുതലായി പറയാനുള്ളത്? അപ്പോൾ യാജ്ഞവൽക്കൻ പറഞ്ഞു വന്ന് പറയും, ആത്മാവെന്നൊരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ എന്താണ് ആത്മാവ്? വലിയ ചർച്ച നടക്കും. അപ്പോൾ അതെവിടെ ഇരിക്കുന്നു, ശരീരത്തിൽ എവിടെ ഇരിക്കുന്നു എന്നൊരു ചോദ്യം ചോദിക്കും. ഇന്നും വളരെയധികം പഠനങ്ങൾ നടക്കേണ്ടുന്ന, ഒരുപാട് ചർച്ചകൾ ആവശ്യമുള്ളൊരു മേഖലയാണ് ആത്മാവുണ്ടോ ഇല്ലയോ. ആത്മാവുണ്ടെന്നും അതിന് മറ്റ് ഘടകങ്ങൾ, അത് ജീവൻ്റെ ആത്മാവിനെ, ഓരോ മനുഷ്യൻ്റെ ആത്മാവിനെ ജീവാത്മാവെന്ന് പറയുമെന്നും, പ്രകൃതിയിൽ ഉള്ള അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ആത്മാവിനെ പരമാത്മാവ്, എറ്റേണൽ സോൾ എന്ന് പറയുമെന്നും, ഇവ തമ്മിൽ കണക്ഷൻ ഉണ്ടെന്നുമൊക്കെ അതൊരു സിദ്ധാന്തമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഈ ആത്മാവുണ്ട് എന്ന് പറയുമ്പോൾ ഗാർഗി വീണ്ടും തർക്കിക്കുമ്പോൾ, അത് വീണ്ടും എവിടെ ഇരിക്കുന്നു എന്നൊക്കെ ചോദിച്ച് ഗാർഗി സംവാദത്തിനെ ചൂടുപിടിപ്പിക്കുമ്പോൾ യാജ്ഞവൽക്കൻ പറയും, ഗാർഗി, ഇങ്ങനെ നിങ്ങൾ തല ചൂടുപിടിപ്പിച്ച് തലച്ചോറ്, ഇയാളുടെ തലച്ചോറ് പൊട്ടിപ്പോവും, ഇങ്ങനെ വല്ലാതെ ചൂട് പിടിപ്പിക്കരുത്, ഇങ്ങനെ ചിന്തിച്ച് പോകരുത്. നിങ്ങൾ ആലോചിക്കൂ, ഇന്നത്തെ ആധുനിക ശാസ്ത്രജ്ഞന്മാർ ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ മഹത്തായ രീതിയിൽ മഹർഷീശ്വരന്മാർ ചിന്തിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞത്. അങ്ങനെ വന്ന് ആത്മാവുണ്ടോ എന്നുള്ള ചർച്ച ഇപ്പോഴും തുടരുന്നുണ്ട്. ആത്മാവുണ്ട് എന്നാണ് ഹൈന്ദവ അല്ലെങ്കിൽ ഹിന്ദു ആചാര പ്രകാരം വിശ്വസിക്കുന്നത്. ക്രിസ്ത്യാനികളും ഒരു പരിധിവരെ ഇത് വിശ്വസിക്കുന്നുണ്ട്. ആത്മാവെന്ന സങ്കല്പം കുറേ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ആധുനികമായി നമുക്ക് കിട്ടുന്ന മറ്റൊരു വെളിച്ചം, അമേരിക്കയിലെ അരിസോണ യൂണിവേഴ്സിറ്റിയിലെ അനസ്തീഷ്യസ് ഡോക്ടറായ, അത് സാധാരണ ആളല്ല, അനസ്തീഷ്യസ് ഡോക്ടറായ സ്റ്റുവർട്ട് ഹാമറോഫ എന്ന് പറയുന്ന ഒരു അനസ്തീഷ്യ ഡോക്ടർ ഇപ്പോൾ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ബോഡി അദ്ദേഹത്തിൻ്റെ മരണാവസ്ഥയിലേക്ക് എത്തുമ്പോൾ ശരീരത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന എല്ലാ ഉപകരണങ്ങളും, ഓക്സിജൻ സിലിണ്ടർ ആവട്ടെ അല്ലെങ്കിൽ മറ്റ് ഉപകരണം, ഹാർട്ട് നിലനിർത്താൻ, പലതും നിലനിർത്താനുള്ള ഉപകരണങ്ങളെല്ലാം മാറ്റിയതിന് ശേഷവും ഉടൻ തന്നെ മരിച്ചു പോകുന്നില്ല. ആ കുറച്ച് സമയം കൂടി ജീവനുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിൽ നിന്ന് എന്തോ ഒരു ഊർജം പുറത്തു പോകുന്നതായും ആ പഠന സംഘം കണ്ടെത്തി. അപ്പോൾ ഇന്ത്യയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് യാജ്ഞവൽക്കനും ഗാർഗിയും ഋഷീശ്വരന്മാരും ഒക്കെ പറഞ്ഞു വച്ച ആത്മാവ് നാളിതുവരെ നാം വിശ്വസിച്ചു പോകുന്ന ഒരു സങ്കല്പം, ഒരു കാഴ്ചപ്പാട്, ഒരു അമേരിക്കയിലെ ഒരു ശാസ്ത്രജ്ഞൻ എന്ന് പറയാവുന്ന ഒരു ഡോക്ടർ ഇപ്പോൾ ഗവേഷണത്തിലൂടെ ഇത് തെളിയിക്കുകയാണ്. ഇനിയും വരാനുണ്ട്, ഇനി ധാരാളം പഠനങ്ങൾ നടക്കാനുണ്ട്. അപ്പോൾ ആത്മാവിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ചിന്തയുണ്ട്. ഈ ചിന്തയിൽ മനുഷ്യൻ്റെ ആത്മാവെന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്വത്വബോധമാണ്, ഒരു അഹംബോധമാണെന്നൊക്കെ പറയാം നമുക്ക്. അല്ലാതെ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. ബുദ്ധി മനുഷ്യ ശരീരത്തിൽ എവിടെയാണ് ഇരിക്കുന്നത്, ഭയം എവിടെയാണ് ഇരിക്കുന്നത്, കോപം, അതുപോലെ തന്നെ മനസ്സ് തന്നെ പല ഘടകങ്ങളുണ്ട്. ഈ മനസ്സ് ഇരിക്കുന്നത് എവിടെയാണ്? മനസ്സിന് ഒരു ഫിസിക്കൽ മാറ്റർ ഇരിക്കുന്ന പോലെ, ഹാർട്ട്, ലിവർ, കിഡ്നി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, മജ്ജ, മാംസമൊക്കെ ഇരിക്കുന്നത് പോലെ ഒരു പർട്ടിക്കുലർ പോയിന്റിലോ തെരമാകയോ കയറി ഇരിക്കുന്നൊരു വസ്തുവല്ല ഈ മനസ്സെന്ന് പറയുന്നത്. അത് ചിന്തയുടെ, വികാരങ്ങളുടെ, തലച്ചോറിൻ്റെയൊക്കെ ഒരു ബൈ പ്രോഡക്റ്റ് പോലെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ തീർച്ചയായും നാം ഭൗതികമായി കാണുന്ന, ഫിസിക്കൽ മാറ്ററായി കാണുന്ന വസ്തുക്കൾക്ക് അപ്പുറമുള്ള കാര്യങ്ങൾ കൂടി മനുഷ്യൻ്റെ ശരീരത്തിലുണ്ട്, മനസ്സിലുണ്ട്. അതുകൊണ്ടത് സബ്ജക്റ്റീവാണ്. ഒരു വിഷയാടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ മാത്രമേ നമുക്കതിൽ എവിടെയെങ്കിലും എത്താൻ കഴിയുകയുള്ളൂ. അല്ലാതെ ഒബ്ജക്റ്റീവായി ഒരു ഒബ്ജക്റ്റിനെ കാണുന്ന പോലെ, ഒരു വസ്തുവിനെ കാണുന്ന പോലെ, ഇത് ശരീരത്തിൽ എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു പോയാൽ, അല്ലെ തലച്ചോറിലിരിക്കുകയാണോ, അത് സൂക്ഷ്മമായിട്ടിരിക്കുകയാണോ, എത്ര സൂക്ഷ്മമാണ് എന്നൊക്കെ ചോദിച്ചു പോയാൽ അതെങ്ങും എത്തുന്ന കഥയല്ല. അപ്പോൾ തീർച്ചയായിട്ടും ആത്മാവിനെ സംബന്ധിച്ച് ഇങ്ങനെ വളരെ ഗൗരവമായ, അത്
പിന്നെ എന്താണ് നിർഗുണമായിട്ടുള്ള, അതിന് പ്രത്യേക രൂപമില്ലാത്ത, വളരെ ചലനാത്മകമായിട്ടുള്ള, അത് വളരെ വളരെ ഗൗരവമായിട്ടുള്ള ഒരു ചിന്തയാണ് ആത്മാവുമായി ബന്ധപ്പെടുത്തി നമ്മുടെ ഭാരതത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതും വളരെ നന്നായി ഇപ്പോൾ പഠനവിധേയമാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കൗതുകം. തീർച്ചയായും ആത്മാവിന് അപ്പോൾ അടുത്ത് മൂന്നാമത് നമ്മൾ ചിന്തിക്കുന്ന വിഷയം മോക്ഷത്തെക്കുറിച്ചാണ്. അപ്പോൾ ആത്മാവിന് മോക്ഷമുണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ്റെ ശരീരം പിന്നെ മരിച്ചു കഴിഞ്ഞാൽ, മനുഷ്യർ മരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓരോ വ്യക്തിയും മരിച്ചു കഴിഞ്ഞാൽ, ഞാനും നിങ്ങളുമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നത് മനസ്സും ശരീരവും പോലെ തന്നെ, അല്ലെങ്കിൽ ശരീരം നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ ഇല്ലാതാവും. അപ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ജീവനാണ്. ആ ജീവൻ്റെ മറ്റൊരു രൂപമാണ് ആത്മാവ്. ഇപ്പോൾ ജീവാത്മാവെന്ന് പറയുന്ന ഒരു സങ്കല്പം അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് വളരെ ഗൗരവമായി ഭാരതത്തിൽ ചർച്ച ചെയ്യുന്നു. ലോക ശാസ്ത്ര സമൂഹവും ഇപ്പോഴത് ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും രസകരമായ കാര്യം. തീർച്ചയായിട്ടും ആത്മാവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വേദങ്ങളിലും ശങ്കരാചാര്യരും ആദിശങ്കരൻ ഉൾപ്പെടെയുള്ള എല്ലാവരും, ആദിശങ്കരൻ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും ഈ ആത്മാവിനെക്കുറിച്ച് ഗൗരവമായി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഉപനിഷത്തുകളിൽ പറയുന്നുണ്ട്, വേദങ്ങളിൽ പറയുന്നുണ്ട്. അതെന്തൊക്കെയാണ് ഓരോ ഭാഗത്തും പറയുന്നതെന്നുള്ളത് നമുക്ക് തുടർ വീഡിയോകളിൽ അതിനെക്കുറിച്ച് വിശദമായി നമുക്ക് മനസ്സിലാക്കാം.